വേനൽ കടുത്തതോടെ മോശമായ കുടിവെള്ളത്തിന് കുറഞ്ഞ ചിലവിൽ പരിഹാരം കാണുകയാണ് തീർത്ഥ എന്ന പ്രകൃതിദത്ത ഉൽപ്പന്നം. മഹാത്മാഗാന്ധി സർവകലാശാലയിലെ ലൈഫ് ലോങ് ലേണിംഗ് ഡിപ്പാർട്ട്മെന്റിൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളാണ് ഇത്തരത്തിലൊരു ഉൽപ്പന്നം മാർക്കറ്റിലെത്തിച്ചത്. ഈ പ്രദേശത്ത് എല്ലായിടത്തും ഉള്ളതെല്ലാം കുഴൽക്കിണറാണ്. വെള്ളത്തിനാണെങ്കിൽ എല്ലാത്തിനും കറ പിടിച്ച് ടൈലും ക്ലോസറ്റും എല്ലാം കറ പിടിച്ചിട്ട് ആകെ മെനകേടാണ്. വെള്ളത്തിനാണെങ്കിൽ ഒരു ടേസ്റ്റും ഇല്ല, ഒന്നുമില്ല, കലക്ക വെള്ളമാണ് വരുന്നത്. അങ്ങനെയാണ് എൻ്റെ പിള്ളേർ ഫേസ്ബുക്കിൽ കണ്ടത്, തീർത്ഥനെക്കുറിച്ച് മനസ്സിലാക്കിയത്. അങ്ങനെ ഞങ്ങൾ തീർത്ഥം മേടിച്ച് വാട്ടറാക്കിനെ ഇട്ട് കഴിഞ്ഞപ്പം വെള്ളം നല്ല തെളിഞ്ഞ വെള്ളമാണ് കിട്ടിയത്. നല്ല ഇപ്പോൾ ഭക്ഷണം ഉണ്ടാക്കിയാലും നല്ല ഇതാണ്, നല്ല ടേസ്റ്റാണ്, ചീത്തയായി പോകത്തില്ല. തീർത്ഥനെക്കുറിച്ച് തന്നെയാലും നല്ലൊരു അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് വന്നത് 1 കിലോയുടെ 5 കിലോയുടെ പാക്കറ്റാണ് വരുന്നത്. ഞങ്ങളുടെ ഇപ്പോൾ ടാങ്ക് ചെറിയ ടാങ്ക് ആയതുകൊണ്ട് ഞങ്ങൾ 1 കിലോയുടെയാണ് ഇടുന്നത്. കുറേ നാൾ കഴിഞ്ഞ് കഴിയുമ്പം 1-2 ആഴ്ച അല്ലെങ്കിൽ 1 മാസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം അത് ഞങ്ങൾ ഒന്ന് എടുത്തിട്ട് നോക്കി കഴിയുമ്പം ഈ പാക്കറ്റിലെല്ലാം ഓയിൽ പോലെ പിടിച്ചിരുന്നിട്ട് വീണ്ടും ഞങ്ങൾ കഴുകി അത് വൃത്തിയാക്കി ഞങ്ങൾ വീണ്ടും ഇട്ട് കഴിയുമ്പോൾ നല്ല തെളിഞ്ഞതായിട്ടാണ് കിട്ടുന്നത്. വെള്ളം നല്ല ഇതാണ്, പ്യൂർ വെള്ളമാണ്. എന്നാലും ഞങ്ങൾ തീർത്ഥം മേടിച്ചോടുകൂടി ഞങ്ങൾക്ക് ക്ലോസറ്റിലും കളർ പിടിക്കുന്നില്ല, ഭക്ഷണം ഉണ്ടാക്കുന്നതും ചീത്തയാകുന്നില്ല. എല്ലാം കൊണ്ടും നല്ലൊരു അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. പിന്നെ എനിക്കറിയാവുന്ന എല്ലാവരോടും ഞാനിത് പറയും, തീർത്ഥം നല്ല ഇതാണ്. ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ പ്യൂർ വെള്ളമാണ്. വെള്ളത്തിനാണെങ്കിൽ നല്ല ടേസ്റ്റുമാണ്, നല്ല രുചിയാണ്. ഒരു പുളിപ്പോ അങ്ങനെയുള്ള ഒന്നുമില്ല, എല്ലാം നല്ല മാറി കിട്ടും. തീർത്ഥ നല്ല ഒരു സംരംഭമാണ്, എല്ലാവരും മേടിച്ച് യൂസ് ചെയ്യുക. വെള്ളത്തിന്റെ പുളിപ്പ്, അയൺ മൂലം ഉണ്ടാകുന്ന നിറവ്യത്യാസം എന്നിവയ്ക്ക് തീർത്ഥ ഉടനടി പരിഹാരം നൽകുന്നു എന്ന് മാത്രമല്ല, ആർക്കും സ്വയം ഉപയോഗിക്കാവുന്ന അത്ര ലളിതമാണ് തീർത്ഥയുടെ ഉപയോഗം. കേരളത്തിലെ ഒരു പ്രധാന പ്രശ്നമാണ് വെള്ളത്തിനകത്ത് വരുന്ന അസിഡിറ്റിയും അതുപോലെ തന്നെ അയൺ കണ്ടന്റ്. ധാരാളം ആളുകൾ ഫിൽറ്ററൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്കറിയാം ഫിൽറ്ററിന് പുറത്തേക്ക് വരുന്ന വെള്ളം എപ്പോഴും അസിഡിക്കാണ്. അപ്പോൾ ആളുകൾക്ക് താരൻ്റെ പ്രശ്നം വരുന്നു, ദഹന പ്രശ്നങ്ങൾ വരുന്നു. അപ്പോൾ അയണൊക്കെ ആയിക്കഴിഞ്ഞാൽ ബാത്റൂമിലും ടൈലിലും ഒക്കെ കറ പിടിക്കുന്ന അവസ്ഥ. അപ്പോൾ ശരിക്കും വേനൽക്കാലം ആകുമ്പോഴത്തേക്ക് ഈ പ്രശ്നം ഒന്നും കൂടെ വളരെ രൂക്ഷമാകുന്നുണ്ട്. അതുപോലെ തന്നെ ഈക്കോളി എല്ലാ വെള്ളത്തിലും പ്രശ്നമായിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊരു പെർമനൻറ്റ് സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടും വെള്ളത്തിൻ്റെ pH കൂട്ടുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഒരു ഫിൽറ്റർ വെച്ചാലും വെള്ളത്തിൻ്റെ pH സ്വാഭാവികമായിട്ട് കൂടുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഞങ്ങൾ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഓർഗാനിക് ഫാമിംഗ് പഠിക്കുന്ന ഒരു സമയത്താണ് ഇതിനൊരു നാച്ചുറൽ സൊല്യൂഷനെ പറ്റി നമ്മളുടെ ഒരു അറിവിലേക്ക് വരുന്നത്. അതായത് പാരമ്പര്യമായിട്ട് നമുക്കൊക്കെ അമ്പലങ്ങളിൽ നിന്ന് പുണ്യാഹം തരുന്നത് ശംഖിനകത്താണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അല്ലെങ്കിൽ ഇതിൻ്റെ പുറകിലുള്ള സയൻസ് എന്ന് പറയുന്നത് കാൽസ്യം കാർബണേറ്റ് അല്ലെങ്കിൽ ശംഖുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ വെള്ളത്തിൻ്റെ ക്വാളിറ്റി കൂടുന്നു, അതിൻ്റെ pH കൂടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതേ തത്വം പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് തീർത്ഥ എന്ന് പറയുന്ന ഒരു നാച്ചുറലായിട്ട് വാട്ടർ പ്യൂരിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കിയത്. ഇപ്പോൾ 2 വർഷമായി ഈ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. 1 കിലോ പാക്കറ്റിലും 5 കിലോ പാക്കറ്റിലുമാണ് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നത്. പ്രധാനമായിട്ടും വെള്ളത്തിന് വരുന്ന പുളിപ്പ്, അത് നമ്മൾ അസിഡിറ്റി എന്ന് പറയും. അതുപോലെ തന്നെ അയൺ കണ്ടന്റ് പോലെ ഇപ്പോൾ ധാരാളം പ്രദേശങ്ങളിൽ വെള്ളം ചെളി കളറിലേക്കായിട്ട് വരുന്നു, ചുമന്ന് വരുന്നു, ചില സ്ഥലത്തൊക്കെ വെള്ളത്തിന് സ്മെല്ല് വരുന്നു. ഇപ്പോൾ ഈ മഴക്കാലം ആകുമ്പോൾ ഇതുവരെ നന്നായിരുന്ന പല കിണറുകൾ ഇപ്പോൾ കലങ്ങി തുടങ്ങി. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഈ തീർത്ഥ നമ്മൾ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ കിണറ്റിനാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ 5 കിലോയുടെ പാക്കറ്റാണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ സിബുള്ള പാക്കറ്റാണ്. സിബ് തുറന്ന് ഏകദേശം ഒരു 2.5 കിലോയോളം നമ്മൾ വെള്ളത്തിനകത്തേക്ക് ആദ്യം വെതറിയിട്ട് കൊടുക്കണം. ബാക്കിയുള്ളത് ഒരു കയറ് വെച്ചിട്ട് കെട്ടി എപ്പോഴും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ കെട്ടിയിടുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ വെള്ളത്തിന് എപ്പോഴൊക്കെ അസിഡിറ്റി വരുന്നു, ഇപ്പോൾ നമ്മൾ ആദ്യമേ ഇത് വെതറി കൊടുക്കുമ്പോൾ ഒരു 0.5, 0.8 ഒക്കെ അയണുള്ള ഒരു വെള്ളമാണെങ്കിൽ ഒരു 6-7 ദിവസത്തിനുള്ളിൽ തന്നെ വെള്ളം നല്ല ക്ലിയർ ആയിട്ട് തെളിയും. അയൺ കണ്ടന്റ് കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചും കൂടെ ദിവസം എടുക്കും. അപ്പോൾ ആ വെള്ളം തെളിഞ്ഞു, അതിനുശേഷം പിന്നീട് വീണ്ടും നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നതനുസരിച്ച് ഉറവ് വന്നുകൊണ്ടേയിരിക്കും. ആ വെള്ളം തീർച്ചയായിട്ടും അസിഡിക് ആയിരിക്കും. അതിനനുസരിച്ച് നമ്മൾ കെട്ടിത്തൂക്കിയിരിക്കുന്ന ബാഗിലെ കാൽസ്യം അല്ലെങ്കിൽ ഈ കക്കയിൽ നിന്ന് കാൽസ്യം റിലീസ് ആവുകയും വെള്ളത്തിൻ്റെ pH കൂടുകയും അതിനകത്തുള്ള അയൺ, കാഡ്മിയം പോലുള്ള ഹെവി മെറ്റൽസ് എല്ലാം താഴേക്ക് അടിഞ്ഞു പോവുകയും ചെയ്യും. ഇനിയിപ്പോൾ കുഴൽ കിണർ ഉപയോഗിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് ഒരിക്കലും കുഴൽ കിണറിൽ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെ പൈപ്പ് വെള്ളം ഉപയോഗിക്കുന്ന ആളുകൾ, ഈവൻ ഫിൽറ്ററൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന വെള്ളം, അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ വാട്ടർ ടാങ്കിലാണ് റെക്കമെൻഡ് ചെയ്യുക. 1000 ലിറ്റർ വരെ വാട്ടർ ടാങ്കിന് കപ്പാസിറ്റി ഉള്ള ഒരു വാട്ടർ ടാങ്കിലേക്ക് 1 കിലോയുടെ പാക്കറ്റ്. അപ്പോൾ അതിനകത്ത് വെതറിയിട്ട് കൊടുക്കേണ്ട, വെറുതെ 1 കിലോയുടെ പാക്കറ്റ് വെള്ളത്തിൽ എപ്പോഴും മുങ്ങിക്കിടക്കുന്ന രീതിയിൽ കെട്ടിയിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ രാത്രി വെള്ളം അടിച്ചിട്ടു, അത് നേരം വെളുക്കുമ്പോഴേക്കും അതിൻ്റെ pH കറക്റ്റായിട്ടുണ്ടാവും. അയണൊക്കെ കൂടുതലുണ്ട് അല്ലെങ്കിൽ കുഴൽ കിണറിൽ നിന്ന് കലങ്ങിയ വെള്ളം വരുന്നവരാണെങ്കിൽ ആ അയൺ താന്നു പോകാനുള്ളത്ര ഒരു സമയം നമ്മളൊരു സെഡിമെൻറ്റേഷൻ ടൈം നമ്മൾ കൊടുക്കണം.
പിന്നെ ഇത് 100% നാച്ചുറൽ ആയതുകൊണ്ടും ഇതിനകത്ത് യാതൊരു കെമിക്കൽ ചേരാത്തത് കൊണ്ടും വെള്ളത്തിലുള്ള ജീവികളോ, അതായത് മത്സ്യം പോലുള്ള ജലജീവികളോ ജലസസ്യങ്ങളോ ഒന്നും നശിച്ചു പോകുന്നില്ല. ഏത് കൊച്ചു കുട്ടികളുള്ള വീട്ടിലും നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാം. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അന്ന് തന്നെ വേണമെങ്കിൽ ഈ വെള്ളം എടുത്ത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ വാങ്ങിയ ആളുകൾ നല്ല റിസൾട്ട് കിട്ടി. ഈ വർഷം വീണ്ടും വേനലായി, വെള്ളം കലങ്ങി തുടങ്ങിയപ്പോൾ വീണ്ടും നമുക്ക് റീപർച്ചേസ് വരുന്നുണ്ട്. കേരളമാണ് നമ്മൾ ഇതിനകത്ത് ഉദ്ദേശിച്ചതെങ്കിലും കേരളത്തിന് പുറത്തു നിന്നും ആളുകൾ ഇപ്പോൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആളുകൾ ഓഫീസിലേക്ക് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മേടിക്കുന്ന ധാരാളം ആളുകളുണ്ട്. റീപർച്ചേസ് ചെയ്യുന്ന ആളുകൾ കൂടുതൽ ആമസോണിൽ നിന്ന് ഇപ്പോൾ റീപർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൊറിയർ മുഖേന ഇന്ത്യൻ പോസ്റ്റൽ വഴി വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ എല്ലാവർക്കും സ്വയം ഉപയോഗിക്കാവുന്നത് കൊണ്ട് തന്നെ ഇതിന് വലിയൊരു പ്രൊസീജിയർ ഒന്നുമില്ല. ഏതൊരാൾക്കും സാധാരണ പോലെ വീട്ടിൽ ഉപയോഗിക്കാം. അപ്പോൾ ആളുകൾ വാങ്ങി ഇതിൻ്റെ യൂസർ മാനുവൽ നോക്കി കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം നാച്ചുറലായിട്ട് തന്നെ വെള്ളത്തിൻ്റെ pH ആളുകൾക്ക് ശരിയാക്കി കൊടുക്കാൻ പറ്റുന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമാണ്. തിരഞ്ഞെടുത്ത കടൽ കക്കകളിൽ നിന്ന് തയ്യാറാക്കുന്ന തീർത്ഥ തപാൽ മുഖേനയാണ് കേരളത്തിലെമ്പാടും എത്തിക്കുന്നത്. കൂടാതെ ആമസോണിലും ഇപ്പോൾ തീർത്ഥ ലഭ്യമാണ്. ജലശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് 9747363999 920748099 എന്നീ നമ്പറുകളിൽ വിളിക്കാവുന്നതാണ്.